ഹലോ അപ്പൊ നമ്മുടെ മുംബൈ ട്രിപ്പിന്റെ ആക്കി എവിടെയെന്ന് ചോദിച്ചവർക്ക് മാത്രമാണ് ഈ വീഡിയോ. ഇങ്ങനെ ട്രെയിനിൽ 2 ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് ഒരുമാതിരി വിജിലംബിച്ചാണ് മുംബൈ ചെന്ന് ചാടിയത്. മുംബൈയിലെ ഹോട്ടലിലൊക്കെ തീ തുപ്പുന്ന വിലയാണോട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പുൽവാൽ കല്യാണത്തിലെ സ്വന്തം കൊച്ചിൻ കനിഫയായിട്ട് ടാക്സി ഓടിച്ച് അധോലോകമായ ധാരാവിയിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റൂം കിട്ടിയത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ മുംബൈ ആകെ മൊത്തം ഒന്ന് കറങ്ങാൻ ഇറങ്ങി. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഇനിയും കാറുകളൊക്കെ വീടിന്റെ മുറ്റത്തിടുന്ന പോലാണ് റോഡിലൊക്കെ ചുമ്മാ അതേപോലെ ചവറ് പോലെ പിറക്കിയിട്ടേക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് വണ്ടിയൊക്കെ പോലെ തന്നെയാണ് ഇവിടുത്തെ ലോക്കൽ ട്രെയിനും. മുംബൈ ആയതുകൊണ്ട് ചെറിയ വിലക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ചർച്ച് ഗേറ്റിലോട്ടാണ്. വഴി കുറിക്കാൻ വേണ്ടി ദേ ഈ ഒരു ചോളം കൂടെ മേടിച്ചു. അവസാനം ദേ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ഫോട്ടോഗ്രാഫി എന്താണെന്നും അൽ പ്രൊഫഷണൽ കണ്ടന്റ് ക്രിയേറ്റർ എങ്ങനെയാണെന്നും മനസ്സിലായത്. അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞങ്ങൾ പോയത് ചർച്ച് ഗേറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള എയർസ്റ്റേറ്റൊക്കെ കിടന്ന താജ് ഹോട്ടൽ കാണാനാണ്. അവിടെ ചെന്ന് നിന്നപ്പോഴാണ് ദേ ഈ ഒരു ഞൊരപ്പനെ കണ്ടത്. ആ ചെറുത് ആ പ്രാവിനെ കുറെ ഓടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ താജ് ഹോട്ടലിന്റെ തൊട്ട് മുകളിൽ കൂടെ ഒരു റോക്കറ്റ് പോയത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന ടൈം ആയതുകൊണ്ട് നെഞ്ച് ചെറുതായിട്ടൊന്ന് പിടച്ചു. പിന്നീട് ദേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ചോർന്നു പോയ ധൈര്യം എല്ലാം വീണ്ടെടുത്തു. അവിടുന്ന് പിന്നെ കുറെ നേരം നിന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ ഹോട്ടലിലോട്ട്. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.